പച്ചക്കറിക്കായത്തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റോ ചൊല്ലി, കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാട്. പച്ചക്കറിക്കായത്തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റോ ചൊല്ലി, കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാട്. വെള്ളരി പിഞ്ചു പോലും ചുമ്മാ കള്ളക്കണ്ണീരൊഴുക്കി, തക്കാളി പപ്പാളി അച്ചിങ്ങ മൊച്ചിങ്ങ പീച്ചിങ്ങയോടൊപ്പം പിച്ച നടന്നു ചൊല്ലി, കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാടു. പച്ചക്കറിക്കായത്തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റോ ചൊല്ലി, അരണേവാ ഓന്തേവാ ഇത്തിരി തേരും കൊണ്ട് ഇത്തിരി പാലും കൊണ്ട് അങ്ങനോട് ഇങ്ങനോട് അങ്ങനോട് ഇങ്ങനോട് ഓടോടി ഓടോടി. സൂപ്പർ, അടിപൊളി, ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു എൻട്രി ആയിരുന്നു. വെരി ക്യൂട്ട്. എനിക്ക് ഈ സെഗ്മെന്റിൽ എല്ലാരും എൻട്രി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഗുഡ് ഗുഡ്. മഹാലക്ഷ്മി കുട്ടിയുടെ പിണക്കം കാണാൻ എന്ത് രസാണ്. അതുമാത്രല്ല, അമ്മ എങ്ങനെ ഇതെടുത്ത് വായിൽ കുത്തിക്കേണ്ട നേരത്തെ എനിക്ക് എന്തോ ഒരു പുളിപ്പ് പോലെ തോന്നുന്നു. അതെന്താണ് അമ്മ കുത്തിക്കയറ്റിയത് വായില്? എന്തോ ഒരു സാധനം കുഞ്ഞിന് അത് ഭയങ്കര പുളിപ്പായിട്ട് തോന്നി. ശർക്കര. ശർക്കരക്ക് പുളിപ്പാ? അതേത് ശർക്കര? ഞാൻ നോക്കട്ടെ ഈ ശർക്കരക്ക് പുളിപ്പുണ്ടോന്ന്. ഇല്ലല്ലോ, നല്ല മധുരമാണല്ലോ. ശർക്കരയ്ക്ക് മധുരമാണ് കേട്ടാ. അപ്പൊ എന്തായാലും പ്രാക്ടീസ് ചെയ്യാത്തൊരു സാധനം അമ്മ കൈ നിട്ടതാണ്, അതാണ് കൊച്ചു ഒന്ന് പതറിപ്പോയത്. പക്ഷെ ഭയങ്കര ക്യൂട്ടായിരുന്നു നിങ്ങൾ രണ്ടുപേരുടെയും എൻട്രി. അപ്പം എന്താണ് മഹാലക്ഷ്മി കുട്ടിക്ക് ഇഷ്ടമുള്ളൊരു സ്നാക്ക് ആണോ ഉണ്ടാക്കാൻ പോകുന്നത്? അവൾക്ക് ഇഷ്ടമുള്ളതാണ് നമ്മുടെ ഒരു ബനാന വെച്ചിട്ടുള്ള ഒരു അട. ഓക്കെ, ബനാന, അത് നമ്മുടെ നേന്ത്രപ്പഴം കൊണ്ടുള്ള ഒരു ഇലയടയാണ്. സോ നേന്ത്രപ്പഴം ഹെൽത്തിയാണ്, അഗെയിൻ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഇലയട. സ്റ്റീമിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആവിയില്, അപ്പൊ കുട്ടികൾക്ക് ഹെൽത്തിയാണ്, നമുക്ക് എല്ലാവർക്കും കഴിക്കാം. അപ്പൊ റെഡി വെച്ചിട്ടാണ് ചെയ്യുന്നത്, ശർക്കര വെച്ചിട്ടാണ് ചെയ്യുന്നത്. മോളെ, അമ്മ നന്നായി ഉണ്ടാക്കുവോ ഇലയട? അറിയില്ല. അമ്മ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടം എന്താ? പാസ്ത. ഓ, അമ്മ നന്നായി പാസ്ത ഉണ്ടാക്കും. ശരി, അപ്പൊ ഇന്ന് നമുക്ക് ഇലയട ഉണ്ടാക്കാം അല്ലേ? മഹാലക്ഷ്മി കുട്ടി റെഡി അല്ലേ? ഞാൻ റെഡിയാണെന്നൊക്കെ പറഞ്ഞ ഞാൻ എന്ത് പറയേനെ? അല്ല, എന്തെങ്കിലും പറ. റെഡി എങ്കിൽ റെഡി. ശരി, അപ്പൊ തുടങ്ങാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പിങ്കിക്കുട്ടി, നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അറിയാവോ? അട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബനാന അടയാണ്, നേന്ത്രപ്പഴം കൊണ്ടുള്ള ഒരു അടയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന, നമുക്കാണെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബനാന അടയാണ്, നേന്ത്രപ്പഴം കൊണ്ടുള്ള ബനാന അടയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാം. ഫസ്റ്റ് എന്താ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്യുണ്ട്, ഇത് ഏലക്കാപ്പൊടിയാണ്, 1.5 പീസ് ശർക്കര, ഉപ്പ് വേണം, പിന്നെ ഇത് ചുക്കുപൊടിയാണ്. നമുക്ക് ഇത് ശർക്കര നമ്മൾ ഉരുക്കിയെടുത്തതാണ്. പിന്നെ വേണ്ടത് ഒരു 1/4 കപ്പ് അരിപ്പൊടി. അപ്പം ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബനാന, ഒരു 2 ബനാനയാണ് എടുത്തിരിക്കുന്നത്, അത് കട്ട് ചെയ്തിട്ട് സ്റ്റീം ചെയ്യണം. ഈ കട്ട് ചെയ്ത നേന്ത്രപ്പഴം, സ്റ്റീമായ നേന്ത്രപ്പഴം ഞാൻ ഓൾറെഡി മിക്സിയിലിട്ട് ഒന്ന് അടിച്ചു വെച്ചിട്ടുണ്ട്. അതിലേക്ക് വേറെ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ? ഇല്ല, ഒന്നുമില്ല. നമ്മൾ നേന്ത്രപ്പഴം ജസ്റ്റ് ഒരുപാട് അടിക്കരുത്, കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കടിക്കുന്നൊരു ടേസ്റ്റ് നമുക്ക് കിട്ടണം. ആഫ്റ്റർ നമ്മൾ ഇതുപോലെ ഒരു പാൻ എടുത്ത് ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യെടുത്ത് നമ്മൾ ഉടച്ചു വെച്ച നേന്ത്രപ്പഴം ഇതിലേക്ക് ഇടണം. ഇത് ആക്ച്വലി നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ്. ചോദിക്കാൻ പോണേ, നല്ല പഴുത്ത പഴമാണോ? നല്ല പഴുത്ത പഴമാണ് ഏറ്റവും ടേസ്റ്റ്. പക്ഷെ നമുക്ക് കിട്ടിയിരിക്കുന്നത് അത്ര പഴുപ്പില്ല, എങ്കിലും കുഴപ്പമില്ല. ടേസ്റ്റ് കൂടും, കാരണം നമ്മൾ ആ റൈസ് പൗഡർ കുറച്ചേ എടുക്കുന്നുള്ളൂ. അപ്പൊ അതിനെക്കാട്ടിലും മുകളിൽ ഈ ഏത്തപ്പഴത്തിന്റെ സ്വാദ്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ച, അതായത് 1.5 പീസ് ശർക്കര. അപ്പൊ ഇത് നമ്മള് അതായത് പാവ് കാച്ചിയതാണോ? ഇത് ഉരുക്കി ഇതിന്റെ വെള്ളം നമ്മൾ നന്നായിട്ട് അരിച്ചെടുക്കണം, കാരണം അല്ലെങ്കിൽ ശർക്കരയിൽ കല്ലൊക്കെ ഉണ്ടാകും. അപ്പൊ അത് നമ്മൾ
ഇതിലേക്ക് ഇത് 1.5 കാക്കപ്പ് വെള്ളത്തിലാണ് നമ്മൾ അരിച്ചെടുത്തിരിക്കുന്നത്. ഇതും നന്നായിട്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, പിന്നെ ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു നുള്ള് ഒരു ഉപ്പ്, മധുരം ബാലൻസ് ചെയ്യാൻ ഉപ്പ്, പിന്നെ അതുപോലെ തന്നെ ചുക്കുപൊടി, അതൊരു 1/4 എന്നൊക്കെ പറയാം, കുറച്ച് മതി. അതിനുശേഷം നമ്മളൊരു 1/4 കപ്പ് അരിപ്പൊടി ഇതിലേക്ക് ഇടണം. അപ്പൊ പഴമിട്ടു, ശർക്കര പാനി ഇട്ടു, ഏലക്ക ചുക്കിട്ടു, നെയ്യിലാണ് തുടങ്ങിയത്. അപ്പൊ ഇതിൽ പലരും തേങ്ങ ചേർക്കുന്നുണ്ട്, അങ്ങനെ പലതും ലൈക്ക് നട്ട്സും കാര്യങ്ങളും മിക്സഡൊക്കെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ബട്ട് എനിക്ക് സിമ്പിൾ ആണ് ഇഷ്ടം ഇതില്. കാരണം കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങളാകുമ്പോൾ അവര് എല്ലാം കൂടി അങ്ങോട്ട് നമുക്കിത് ഈ ഒരു ലെവലാകുമ്പം ജസ്റ്റ് ഡ്രൈ ആവുന്ന സമയത്ത് വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആവുന്ന സമയത്ത് ഒന്ന് ഇതായി കഴിഞ്ഞാൽ, അപ്പൊ ഇപ്പൊ ആ മിക്സ് നല്ലപോലെ പാകത്തിന് ആയിട്ടുണ്ട്. ഇനി അത് ഇലയിലേക്ക് നമ്മൾ എന്താ പറയാ, ഇല വാട്ടിയ ഇലയാണ് തുടച്ചെടുക്കണം. ഗ്യാപ്പ് ഉണ്ടല്ലോ സ്മിഷ, നമുക്കൊരു പാട്ട് കേട്ടാലോ? ഉറപ്പായിട്ടും. യെസ്. അപ്പൊ നമുക്ക് നമ്മുടെ ഭാവനയുടെ ഒരു അസൽ ഗാനം, വയലിൻ നാദം കേൾക്കാനുള്ള സമയമായിരിക്കാണ്. റെഡി?